എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നമുക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ലെവലിൽ ഇൻഡെക്സുകൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഇത് പ്രധാനമായും ഈ 3 ഇൻഡെക്സുകളാണ് നമ്മൾ വീഡിയോയിലൂടെ അതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പരിശോധിക്കുന്നത്. നമ്മൾ സപ്പോർട്ട് നാളെ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ അതൊരു എൻട്രി സജഷനോ അല്ലെങ്കിൽ എക്സിറ്റ് സജഷനോ അല്ല, മീൻസ് ബൈ ഓർ സെല്ലല്ല. കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ബന്ധപ്പെടാം. നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലേക്കാണ് വന്നത്. അതിൽ പ്രധാനമായും പറയാനുള്ളത് സെൻസെക്സ് 1200 പോയിൻ്റ് നെഗറ്റീവിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയും 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിനും താഴെ വന്നതിന് ശേഷം തിരിച്ച് കയറി 23,071 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSE ആണെങ്കിലും BSE ആണെങ്കിലും രണ്ടും ഇന്ന് 1.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുകിട ഷെയറുകളിലുണ്ടായ പ്രധാനമായും അതിലാണ് ഇന്നൊരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ താരിഫ് ഭീഷണി, FIRസിൻ്റെ പുറത്തേക്കുള്ള പോക്ക് നമ്മുടെ മാർക്കറ്റിനെ വിട്ടിട്ട് അവർ പോകാൻ തുടങ്ങി കുറച്ചായി. അതേപോലെ തന്നെ കമ്പനികളുടെ 3ാം പാദഫലം മോശം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം, ഇവയൊക്കെ പ്രധാനമായും മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അമേരിക്ക അലുമിനിയത്തിൻ്റെ താരിഫ് 25% ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന 25% ചുങ്കം, അതായത് താരിഫ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പ്രധാനമായും മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രധാനമായും ഇന്ന് നഷ്ടം നേരിട്ട സ്റ്റോക്കുകളിൽ എയ്ച്ചർ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽ, ശ്രീറാം ഫിനാൻസ്, കോൾ ഇന്ത്യ, ബെല്ല്, ഭാരത് ഇലക്ട്രോണിക്സ്, ഈ സ്റ്റോക്കുകളാണ് ഇന്ന് നല്ല നഷ്ടത്തിലേക്ക് വീണത്. അതോടൊപ്പം തന്നെ രൂപയുടെ മോർണിംഗ് ടൈമിൽ രൂപ കുറച്ച് ഇടിവിലായിരുന്നു, പിന്നീട് അത് തിരിച്ച് കയറിയിട്ടുണ്ട്. FIRs ഇതുവരെ, അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നും 12,643 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നാളെ ഫെബ്രുവരി 12 4 മണിക്ക് ഇന്ത്യയുടെ IIP ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അത് നിലവിൽ 5.22 ആണ്. ഫോർകാസ്റ്റ് പ്രതീക്ഷിക്കുന്നത് 4.9% ആണ്. അതോടൊപ്പം തന്നെ 7 PM ഈവനിങ് 7 PM USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. USA കോർ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. 8:30 രാത്രി 8:30 USAയുടെ ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവലിൻ്റെ ടെസ്റ്റ് മണി റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് നാളെ ബുധനാഴ്ച ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത്യാവശ്യം മാർക്കറ്റ് മുകളിലേക്ക് വരും. ഇല്ല, ഇനിയും കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ലെവലുകളിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്കറ്റ് എത്രത്തോളം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ 23,308 താഴെയാണ്, 308 നമ്മളൊരു സപ്പോർട്ട് ലെവൽ പറഞ്ഞിരുന്നത്. ആ സപ്പോർട്ട് ലെവലിൽ നിന്നും ഏകദേശം 300 പോയിൻറ്റിൻ്റെ ഡൗൺ നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 49,618, 49,620 സപ്പോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ആ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി 420 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻസെക്സ് നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 77,100 ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ 77,100 നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ആ സപ്പോർട്ടിൽ നിന്നും ബ്രേക്ക് ഔട്ട് നടത്തി 1000 പോയിൻറ്റിന് മുകളിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെവലുകളെല്ലാം തന്നെ ഇന്ന് സപ്പോർട്ട് ലെവലുകളെല്ലാം തന്നെ ഇന്ന്
ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് 11-ാം തീയതി നമ്മൾ ഗ്രീനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മുടെ തുടർച്ചയായ 4-ാമത്തെ ദിവസവും നമ്മുടെ ലെവലുകൾ, നമ്മുടെ കോഡുകൾ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് വാച്ച് ചെയ്യാം. ആദ്യമായി സെൻസെക്സിൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 76,020 ഒരു സപ്പോർട്ട്. 1 അവറിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതിനുമുമ്പ് നമുക്ക് റെസിസ്റ്റൻസ് ഒന്ന് വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് നമുക്ക് നാളെ ഇതാണ് ഒരു റെസിസ്റ്റൻസ്. കുറച്ചുകൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ 76,988, 76,990 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ റെസിസ്റ്റൻസ്. 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 75,250 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 77,350. ഓക്കെ, സെൻസെക്സിൽ നമുക്ക് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 22,975 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ചെറിയ റെസിസ്റ്റൻസ് ആണ്, പക്ഷേ ഇതിന് എത്രത്തോളം റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. അതുകൊണ്ട് അല്പം കൂടെ കയറ്റി വെച്ചൊരു സുരക്ഷിതമായ സ്ഥലത്ത് 23,180. ഓക്കെ, 23,180 നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ്. ഓക്കെ, 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഇത് വാച്ച് ചെയ്താൽ മതിയാവും. 22,780. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 23,420. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നാളെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഏരിയ നോക്കാവുന്നതാണ്. 49,180 സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ റെസിസ്റ്റൻസ് ആയിട്ട് പ്രതിരോധിക്കുക. ഫസ്റ്റ് 49,680 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് 1 അവറിൽ നമുക്ക് ഇത് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒരു പ്രതിരോധം. 50,010. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണ് 48,900. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇടതുവശത്ത് ഇവിടെ ബ്ലൂ മാർക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രൈസുകൾ. ഇത് 1 അവറിലാണ്, ഇത് 15 മിനിറ്റ്സിലാണ്, ഇത് 15 മിനിറ്റ്സ് സപ്പോർട്ടാണ്, ഇത് 1 അവർ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.